40കളിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ രഹസ്യരേഖകൾ അച്ചടിക്കുന്ന ഒരു അച്ചടിശാലയുണ്ടായിരുന്നു. ഒരു ദിവസം കൃഷ്ണപിള്ളയുടെ സന്ദേശം എത്തുന്നു. ആ പ്രസ് അവിടെ നിന്ന് മാറ്റണം. സംശയകരമായ നിലയിൽ ഒരാളും എത്തിയതായി പ്രവർത്തകർ ഓർക്കുന്നില്ല. ആകെ കൂടി എത്തിയത് ഒരു പായ വിൽപ്പനക്കാരനായിരുന്നു. മറ്റാരുമല്ല ആ പായ വിൽപ്പനക്കാരൻ, സഖാവ് കൃഷ്ണപിള്ളയായിരുന്നു. അച്ചടിശാല സുരക്ഷിതമാണോ എന്നറിയാൻ പാർട്ടി സെക്രട്ടറി തന്നെ വേഷം മാറി വന്ന ആ കഥ പറഞ്ഞത് കേസരി എ ബാലകൃഷ്ണപിള്ളയായിരുന്നു. 40കളിലെ ഒരു കർക്കിടക മാസത്തിൽ കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെത്തിയ സഖാവിന്റെ ഒരു ഓർമ്മചിത്രമുണ്ട് TV-ക്ക് എഴുതിയ സഖാവ് എന്ന പുസ്തകത്തിൽ. കൂരാക്കൂരി ഇരുട്ടും കോരിച്ചൊരിയുന്ന മഴയുമാണ്. മുനിഞ്ഞു കത്തുന്ന ടോർച്ചുമായി എസ്കോർട്ടിന് മറ്റൊരാൾ കൂടി സഖാവിന്റെ കൂടെയുണ്ട്. അഞ്ചരിക്കണ്ടിപ്പുഴ വെള്ളം പൊങ്ങി പരിസരം തിരിച്ചറിയാൻ പറ്റാതെ കടൽ പോലെ പരന്നു കിടന്നു. പാലത്തിന്റെ സ്ഥാനം ഏതാണ്ട് കാണിച്ചു കൊടുത്ത് എസ്കോർട്ടിന് വന്നയാൾ തപ്പിത്തപ്പി അക്കരെയെത്തി. പാലത്തിൽ ചവിട്ടിയ കൃഷ്ണപിള്ള കാല് തെറ്റി പുഴയിൽ വീണു. മറുകരയിൽ നിന്ന് എസ്കോർട്ടിന് നിലവിളിക്കാൻ പോലുമായില്ല. കയ്യിലുള്ള സഞ്ചി കൈവിടാതെ സഖാവിന് നീന്താനുമാവില്ല. എന്തു ചെയ്യും? എങ്ങനെയോ മുങ്ങിയും പൊങ്ങിയും കൃഷ്ണപിള്ള കരപറ്റി. ജീവനല്ലേ പ്രധാനം, സഞ്ചി ഉപേക്ഷിക്കാമായിരുന്നില്ലേ എന്ന് എസ്കോർട്ട് ചോദിച്ചു. ഉപേക്ഷിക്കാനോ എന്ന് ചോദിച്ച് കൃഷ്ണപിള്ള ഒരു കടത്തിണ്ണയിലേക്ക് ചാടിക്കയറി. സഞ്ചിയിലെ കടലാസ് മുഴുവൻ നിലത്ത് ചൊരിഞ്ഞു. എന്നിട്ട് സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പറഞ്ഞു, ഇതൊരു വെറും സഞ്ചിയല്ല, പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ ഓഫീസാണ്. ഓഫീസ് ഒലിച്ചു പോയാൽ സെക്രട്ടറി പിന്നെ എന്ത് ചെയ്യും?